മലയാളത്തിൽ ഒരു ന്യൂസ് ചാനലിൽ കൂടി സാധ്യതയുണ്ടോ എന്നായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച. അങ്ങനെയാണ് ബിഗ് ടി വിയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നത്. ബിഗ് ടി വി വന്നപ്പോൾ അതിൻ്റെ പിന്നണി പ്രവർത്തകരുടെ ചില കഴിവുകളൊക്കെ വെച്ചിട്ട് അതിന് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേരളത്തിലല്ല അതിൻ്റെ സ്റ്റുഡിയോയും ബാക്കി സംവിധാനങ്ങളും ഒക്കെ തന്നെ. എന്തുകൊണ്ടാണ് അത് വരാത്തതെന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. എന്തായാലും ഈ ഇസ്രയേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിച്ച ദിവസമാണ് ആ ചാനൽ ലോഞ്ച് ചെയ്തത്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വാർത്തകളൊന്നും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. കാരണം മറ്റ് ചാനലുകളെക്കാൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതിന് ഒരു സ്വീകാര്യത ലഭിക്കും. ഇപ്പോൾ അനിൽ അയിരൂർ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചു. റിപ്പോർട്ടർ ചാനലിൽ അല്ലെങ്കിൽ 24 ഒക്കെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു മനോഹാരിത സൃഷ്ടിച്ച അദ്ദേഹമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും വരുമ്പോൾ അങ്ങനെ ഒരു മനോഹാരിത സൃഷ്ടിക്കാൻ കഴിയണമായിരുന്നു, സാധിച്ചില്ല. മാത്രമല്ല ഈ സ്ക്രീൻ പ്രസൻസിൽ അവർക്ക് വേണ്ടത്ര ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക ഒരു അമച്വർ ഫീലിംഗ് ആണ് വരുന്നത്. ഒരു യൂട്യൂബ് ചാനൽ പോലെയൊക്കെ തോന്നുന്നുള്ളൂ എന്ന് പറയുന്നു. ശരിക്കും ബിഗ് ടി വി ഫ്ലോപ്പായി പോയോ? ബിഗ് ടി വി അപകടപ്പെട്ടു എന്ന് വേണം കരുതാൻ. കാരണം ഞാനിപ്പം സിനുവിൻ്റെ അടുത്ത് സിനു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ചത് ഇതിനകത്തുനിന്ന് ബിഗ് ടി വി ഒന്ന് കാണാൻ പറ്റുന്നതെന്ന്. അല്ല, നമ്മൾ ചാനലുകൾ മാറ്റിയാൽ കിട്ടാത്ത രീതിയിൽ തുടങ്ങിയെന്നല്ലേ പറയുന്നത്. തുടങ്ങി. അപ്പം നമുക്ക് അത് തന്നെ എത്ര വേണ്ടി പരാജയമാണെന്ന് ആലോചിച്ചോളൂ. ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച് പ്രമുഖമായിട്ടുള്ള അവതാരകരെയും അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത വായിക്കുന്നവരെയും സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ വാർത്ത കേൾക്കാൻ താല്പര്യമുള്ളവരെയും വലിയ പണം ഒക്കെ കൊടുത്ത് വാഗ്ദാനം ചെയ്ത് വലിയ പരസ്യത്തിൽ ഈ ചാനൽ തുടങ്ങിയതാണ്. പക്ഷേ ഈ ചാനൽ ഇപ്പം തിരഞ്ഞാൽ വിരൽത്തുമ്പിൽ കിട്ടേണ്ട സാധനമാണല്ലോ. നമ്മൾ ഈ ദൂരെ ഇരുന്ന് റിമോട്ടിനകത്തൂടെ നമ്മൾ ഓരോ ചാനൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 24 ആക്കും, 24 കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റിപ്പോർട്ടർ ആക്കും. ഇങ്ങനെ കണ്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ചാനലുകൾ കാണാറുള്ളത്. അപ്പം അതിനകത്ത് സെർച്ച് ചെയ്താൽ പോലും ഒരു കിട്ടുന്നില്ല, സാധാരണക്കാരന് കണ്ടെത്താൻ കഴിയുന്ന ഒരവസ്ഥയില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ഏറ്റവും വലിയ ഫേം അല്ലെങ്കിൽ അനിൽ അയിരൂർ അദ്ദേഹമാണ് എൻ്റെ MD എന്ന് പറയുന്നത്. പക്ഷെ അത് തിരഞ്ഞെടുത്ത ആൾക്കാരെ ഒക്കെ വെച്ചിട്ട് അതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ ചാനൽ സുജാ പാർവതിയും അങ്ങനെയെങ്കിൽ അത്തരത്തിൽ പ്രമുഖരായിട്ട് ആൾക്കാർക്ക് വേണുബാലകൃഷ്ണൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സുജാ പാർവതിയാണല്ലോ ഏറ്റവും വലിയ ഈ പദവിയിലിരിക്കുന്ന ചീഫ് എഡിറ്റർ. പിന്നെ അവരുടെ പേരിനകത്തായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയത്. കാരണം സുജാ പാർവതി റിപ്പോർട്ടറിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ ബിഗ് ടി വിയിൽ എത്തുന്നു. അപ്പൊ റിപ്പോർട്ടർ ചാനൽ നശിച്ചു പോകുന്നു. ബിഗ് ടി വി ഏതാണ്ട് വലിയ അവസ്ഥയിലേക്ക് എത്തുന്നു. അവർക്ക് പിന്നെ കേന്ദ്രത്തിലുള്ള സ്വാധീനം, BJPക്ക് അകത്തുള്ള സ്വാധീനം, അല്ലെങ്കിൽ RSSനകത്തുള്ള സ്വാധീനം, ഇതൊരു പരിധിവരെ അവരത് വളരെ കൃത്യമായിട്ട് ഞാൻ RSS ആണ്, BJP ആണ്, എനിക്കത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർ ആ സ്റ്റാൻഡ് എടുത്ത് നിൽക്കുകയും ചെയ്തു. അതിനകത്തൊന്നും അവർക്ക് വലിയ പ്രയോജനമുണ്ട്. കാരണം അവരെ ഒരുപക്ഷെ 24 നമ്മൾ കണ്ടില്ല, അന്ന് പണ്ട് ഒഴിവാക്കിയപ്പോൾ RSS ഇടപെട്ട് അവരെ 24 ഒരു ദിവസത്തെ കയറ്റിയിരുത്തുന്നു, തിരിച്ചു വിളിക്കുന്നു, അവർ തന്നെ ഡിസൈൻ ചെയ്യുന്നു. അന്ന് അവരിട്ടിരുന്ന വസ്ത്രം പോലും കാവ്യ വസ്ത്രധാരണം. അപ്പം ആ രീതിയിലേക്കുള്ളൊരു കക്ഷി. അപ്പം അവർ വിചാരിച്ചാൽ ഒരു ചാനൽ ദേശീയ തലത്തിൽ അവരെ കൊണ്ടുവരുമ്പം ആ BJPയുടെ ഭാഗമായിട്ട് നിൽക്കണം. ഇത് കോൺഗ്രസിൻ്റെ ചാനലാണെന്ന് പറയുന്നത്. റേവന്ത് റെഡ്ഡിയുടെയൊക്കെ ഇടപെടി ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് കോൺഗ്രസിൻ്റെ ചാനലാണെങ്കിൽ ആ കോൺഗ്രസിൻ്റെ ചാനലിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും RSSൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നാൽ അതുപോലും പരിഹരിക്കാൻ കഴിയുമെന്ന് കണ്ടായിരിക്കും ഇവരെയൊക്കെ എടുത്തു വെച്ചത്. അതിനകത്ത് അയിരൂർ അല്ലെങ്കിൽ എൻ്റെ MDക്ക് അനിലിനെ എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ BJP RSS ഒക്കെ ഏതാണ്ട് ഇവരെ കൈയൊഴിഞ്ഞ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കും. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മളിത് ബിഗ് ടി വി ബിഗ് ഫ്ലോപ്പ് ആയിരുന്നു, അതല്ലെങ്കിൽ തീർന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ തുടക്കം. പിന്നെ ഒരു കൊല്ലം വരെയൊക്കെ ഓടിക്കാൻ ഫണ്ട് മാറ്റി വെച്ചിട്ടാണ് ഇത്തരത്തിൽ ചാനലുകൾ തുടങ്ങുന്നതെന്നൊക്കെ രീതിയിലൊക്കെയുള്ള വർത്തമാനമൊക്കെ വരുന്നുണ്ട്. കാരണം അതുവരെ ഇതിനകത്ത് വ്യൂവേഴ്ഷിപ്പ് ഉണ്ടാവത്തില്ല. പരിപാടിയുടെ ഗുണം കൊണ്ടും അവതാരകരുടെ ശ്രമം കൊണ്ടും നല്ല വാർത്തകൾ അവതരിപ്പിക്കുന്നത് കൊണ്ടൊക്കെ വിജയിച്ചു വരും. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞേ അതിനകത്ത് വ്യൂവർഷിപ്പ് കൂടത്തുള്ളൂ. അതുവരെ അതിൻ്റെ നമ്മൾ പറയത്തില്ലേ പ്രൊബേഷൻ ടൈം എന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ അതാണെന്ന് പറയുന്നു. അപ്പം ഇപ്പം പക്ഷേ തുടങ്ങിയണൊക്കെ സാധാരണ ചാനലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്ത് എത്ര ഫ്ലോപ്പാന്ന് പറയുമ്പോൾ 24 തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ഹൈപ്പായിരുന്നു. അല്ലെങ്കിൽ റിപ്പോർട്ടർ ഇപ്പം മരമുറി ചാനൽ എന്നൊക്കെ പറയുമ്പോഴും അവർ മുതലാളി മാറിക്കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു ഹൈപ്പിൽ കൊണ്ടുപോയി. അപ്പോൾ തുടക്കത്തിൽ ഇതേ രീതിയിൽ എല്ലാവരും കാണാൻ ശ്രമിക്കുമായിരുന്നു. പല ചാനലും തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട്. പക്ഷേ ബിഗ് ടി വിയുടെ കാര്യം വരുമ്പോൾ തുടക്കത്തിൽ പോലും അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല.
അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനകത്ത് രസകരമായിട്ട് സംഭവം സുജാ പാർവതിയുടെയൊക്കെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മളവരെ കണ്ടിരുന്നത്, അവർ കഴിഞ്ഞ ദിവസം ഒലിച്ചുപോയ സുജാ പാർവതി നമ്മൾ കണ്ടത്. അവരൊരു പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പം സാധാരണ ഒരു ഏറ്റവും ലോ ക്ലാസ് ഈ ആൾക്കാരിടുന്ന മേക്കപ്പ് ഒലിച്ചു പോയതുപോലെ, കാരണം ഇത്രയും വലിയൊരു ഇത് സെലിബ്രിറ്റിയാണ്. അതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എപ്പോഴും എയർ കണ്ടീഷൻ ചെയ്ത സ്റ്റുഡിയോ ആയിരിക്കും, അതിനകത്ത് ലൈറ്റുകൾ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ ആ ചൂടിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന നല്ല മേക്കപ്പ്, സ്കിൻ ടോണിനനുസരിച്ചുള്ള മേക്കപ്പ്, പിന്നെ ഈ വിയർക്കൊന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഈ എയർ കണ്ടീഷൻ്റെ ഒരു ശീതളിമൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പിടിച്ചിരിക്കാൻ പറ്റാത്തതാവില്ല. അല്ല, അതെനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഇത് വളരെ മോശമായിട്ട് ഞാൻ ചോദിച്ചിട്ട്, അപ്പോൾ എനിക്കൊരു സംശയം, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുക. സിനുവിനൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചിട്ട്, അപ്പോൾ ബാക്കിയുള്ള ചാനലുകളുടെ ഇതുപോലെ കഴിഞ്ഞ ദിവസം പൊങ്കാലയുടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ടറിനെ നമ്മൾ കാണുന്നുണ്ട്, ഏഷ്യാനെറ്റിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ. ആ സമയത്ത് അവരുടെ ഒന്നും ഫേസിനകത്തൊന്നും ഈ ഒരു പ്രശ്നം വരാത്തത് എന്താ? അവരും ഇവർ ഉപയോഗിക്കുന്ന പോലെയുള്ള മേക്കപ്പും അല്ലെങ്കിൽ ആ സംവിധാനങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. ഈ സുജാ പാർവതിയുടെ മാത്രം അങ്ങനെ വരുവാന്ന് പറഞ്ഞാൽ, ഈ വലിയ പൈസ കൊടുത്ത് അല്ലെങ്കിൽ വലിയ രീതിയിലൊക്കെ കാര്യം പറഞ്ഞ് ഈ ബിഗ് ടി വിയുടെ സംവിധാനത്തിനകത്തൊന്നും ഇതുപോലെ നല്ലപോലെ ഒരുങ്ങാനുള്ള സംവിധാനം പോലും ഇല്ലയോ എന്ന് ചോദിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. തമാശ. ഞാൻ സിനു പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചു, ശരിയായിരിക്കും. പക്ഷേ ബാക്കിയുള്ളവരുടെ പേരത്ത് നിന്നിട്ട് എന്താ ഒലിച്ചു പോകാത്തേ? ഇപ്പൊ സുജ തന്നെ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് എൻ്റെ ഒലിച്ചു പോയി, എൻ്റെ സ്ഥിരമായിട്ട് എന്നെ മേക്കപ്പ് ചെയ്യുന്ന ആൾ വന്നില്ല, എൻ്റെ സ്കിൻ ടോൺ അറിയാവുന്ന ആൾ വന്നില്ല, അതുകൊണ്ടൊക്കെ പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ ഇവരുടെ ജാള്യത മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൾക്കാർ നോക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മളൊക്കെ അപ്പോൾ വിചാരിക്കും, അപ്പോൾ ഈ കാണുന്നത് ഒന്നും അല്ലേ സുജാ പാർവതി? ഈ ഒലിച്ചു പോകത്തക്കാണേ ഉള്ളോ സുജാ പാർവതി? അല്ലെങ്കിൽ അത്തരത്തിലാണോ കാര്യങ്ങൾ? അതായത് ഇതിനകത്തൊന്നും മനസ്സിലാവുന്നത്, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരാൾക്കാരൊക്കെ മനസ്സിലാവുന്നത് ഇത്തരത്തിൽ ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് ആയി ബിഗ് ടി വിക്കകത്ത് എന്ന് സുജാ പാർവതി ഉൾപ്പെടെ, അതായത് വാർത്ത എടുക്കുമ്പോൾ ഒലിച്ചു പോയ സുജാ പാർവതി അല്ലെങ്കിൽ ബിഗ് ടി വി അത്തരത്തിൽ വലിയ അപകടത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എനിക്ക് തോന്നി, നമ്മൾ ഒരു കൊല്ലമാണ് നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരു കാലാവധി, പക്ഷേ ഒരു കൊല്ലം വരെ പോലും ഓടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അങ്ങനെ ഓടുമോ എന്നുള്ള ബോധ്യമില്ലാത്തതുപോലെയാണ് അത് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇവിടെ തുടങ്ങും, ഇവിടെ ഓഫീസ് എടുക്കും, ഇല്ല ഇവിടെ വലിയ വലിപ്പത്തിൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഹൈദരാബാദിലെങ്ങാണ്ട്. കാരണം അവിടെ വെച്ച് ഇത് ഓടിച്ചു നോക്കിയിട്ട് തരപ്പെട്ടില്ല. കാരണം അവിടെ ഇവർക്ക് വേറെ കൂടുതൽ ചാനലുകളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഒരുക്കണ്ട, അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പ്രേക്ഷകരില്ലെങ്കിലും അവർ വിചാരിക്കുന്ന രീതിയിൽ പോയില്ലെങ്കിലും വ്യൂവർഷിപ്പ് ഇല്ലെങ്കിലും ഒക്കെ അതങ്ങ് നിർത്തിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇതിനകത്തൊന്ന് വളരെ കൃത്യമായിട്ട് ചാനലൊക്കെ നല്ല ചാനലിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പലരെയും പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ വേറൊരു കാര്യം കൂടെ സിനുജിക്ക് അറിയാമല്ലോ, ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ പോകുമ്പോഴത്തേന് തകർന്നു പോകുമെന്ന് വിചാരിച്ചിരുന്ന ചാനലുകൾ, അല്ലെങ്കിൽ ഇതിനകത്ത് 24 ചില ആൾക്കാർ പോയി, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടറിൽ നിന്ന് പോയി. പക്ഷേ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. വേറെ ആൾക്കാരെ എടുത്തു വെച്ചിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്ന പ്രോഗ്രാം അതിനെക്കാട്ടി വലിയ വ്യൂവർഷിപ്പിൽ അവർ നടത്തിക്കൊണ്ട് പോവുക. ഇവരുടെ പോക്ക് ആ ചാനലുകളെ ഒന്നും ബാധിച്ചില്ല എന്നുള്ളതും ഒരു പക്ഷേ ഇവരുടെ ഹൈപ്പിന് ദോഷം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഒരു സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ആളുകളുടെ ഭംഗി എന്നതിനപ്പുറത്തേക്ക് കണ്ടന്റ് നല്ലതാണെങ്കിൽ ആളുകൾ കാണും. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യുന്നു, ആ ഡിസ്കസ് ചെയ്യുന്ന സാധനത്തിൽ കണ്ടന്റ് നല്ലതാണെങ്കിൽ, പുതുമയുള്ളതാണെങ്കിൽ ആളുകൾ കാണും. നമ്മുടെ അടിയിൽ വന്ന് നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി, ചിലർ നമ്മളെ കളിയാക്കും, ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, തള്ളാമെന്നാണ്, അങ്ങനെയാണെന്ന് പറയും. പക്ഷേ നമ്മൾ എന്നിട്ടും പറയും ഇത് ദേശീയ മാധ്യമങ്ങൾ വന്നാണ്, ഇത് ഇന്റർനാഷണൽ മീഡിയയിൽ വന്നാണ്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്, അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള മീഡിയയിലൊക്കെ വരും. അപ്പം ആ തള്ളെന്ന് പറഞ്ഞവരെ നമുക്ക് ഉണ്ടായിരിക്കും. കാരണം ആദ്യം ആ കണ്ടന്റ് എടുത്ത് ആദ്യം ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ ആളുകൾ അതിലേക്ക് വരും. ഇപ്പോൾ അനിൽ അയിരൂരിനെ പോലെയുള്ള ഒരാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഇവിടെ എടുത്ത ആളുകൾക്ക് അതനുസരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവർക്ക് അതിനെ മറികടക്കാൻ കഴിയും. അപ്പം തുടക്കത്തിലൊന്ന് വീണു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തകർന്നു പോകുന്ന കരുതണ്ട. ഈ വീഴ്ചയെ അതിജീവിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ബിഗ് ടി വി വളരുമായിരിക്കാം. പക്ഷേ വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരുന്ന ആളുകളെ സംതൃപ്തരാക്കാൻ ഇവർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്? അങ്ങനെ സംതൃപ്തരാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട പിന്നെ ചാനലിൽ ഇത് വല്ലാത്ത സാധനം സിനു. തുടക്കത്തിൽ തന്നെ ആ ഫ്ലോപ്പാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ, അവതരിപ്പിക്കാൻ സാധിക്കാത്ത, നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ സാധിക്കാത്ത ഒന്നാണ്. ഇതിന്റെ പരസ്യം അതുപോലെ അല്ലായിരുന്നു. അതിനകത്ത് എടുത്ത ആളുകൾ അത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നവരല്ലേ.
അപ്പോൾ ഇപ്പോൾ വരുമ്പം ഒരു മേക്കപ്പ് പോലും ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് ബിഗ് ടി വിയുടെ അവതാരകരെ അല്ലെ എന്നെ പ്രധാനപ്പെട്ട കക്ഷി അവർ വന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ ഒരു സാധാരണക്കാരൻ വിലയിരുത്തും? ഒരു വാർത്ത എടുക്കുന്നതിനിടെ ഒലിച്ചുപോയ സുജാ പാർവതി, ശരിക്കും അത് തന്നെയാണ് പറയേണ്ടത്. വാർത്തക്കിടയിൽ ഒലിച്ചുപോയ സുജാ പാർവതി ബിഗ് ടി വി വൻ അപകടത്തിലാണ്. അല്ല അതേ രീതിയിലേ പറയാൻ പറ്റും. അപ്പം അതിനകത്ത് അതിൻ്റെ ഏതാണ്ടൊക്കെ നമുക്ക് പറയത്തില്ലേ ലക്ഷണം കാണിച്ചു തുടങ്ങി. അതിനി എവിടം വരെ പോകും എന്നുള്ള കാര്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് തീരുമാനമെടുക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.